നമുക്കിന്ന് അടിപൊളി ഒരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? സത്യം പറയാലോ, 2 കൊല്ലം മുന്നെയാണ് ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ രുചി അറിയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളിതിൻ്റെ കട്ട ഫാനായിരിക്കും. അപ്പം എൻ്റെ പേര് അക്ഷയ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ കൂന്തൽ റോസ്റ്റിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ചട്ടി നന്നായി ചൂടായ ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ചെറിയ 2 പീസ് പട്ടയും 2 ഏലക്കായും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. അതിനുശേഷം ഒരു പിടി കൊച്ചുള്ളി, അതായത് ഒരു 15-20 കൊച്ചുള്ളി കാണും, അവ 2ആയി മുറിച്ച് നമുക്ക് ചേർക്കാം. കൊച്ചുള്ളിയുടെ നിറം മങ്ങാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരു സവാള അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കുത്തി അരിഞ്ഞതും കൂടി ചേർക്കണം. ഇനിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു കാര്യം ഞാൻ മറന്നു, പച്ചമുളക് ചേർക്കാൻ. അപ്പം നമുക്ക് നേരെ പോയി പച്ചമുളക് പറിക്കാം. വീണ്ടും മക്കളെ, ഈ പച്ചിച്ച് നിൽക്കുന്നതാണ് പച്ചമുളക്. എന്താ കളറല്ലേ! ഇപ്പോഴാണിത് ശരിക്കും ഒരു അടുക്കളത്തോട്ടമായത്. ഇത് വേണ്ട, ഇത് ഇച്ചിരി ചെറുതാണ്, നമുക്ക് ഇച്ചിരി വലുത് നോക്കി പറിക്കാം. എന്നാലും ഈ പച്ചമുളകിൻ്റെ ഒരു ഭാഗ്യമേ, നേരെ ചട്ടിയിലോട്ട്. ഇനി അടുത്തത് പൊടി ഐറ്റംസിൻ്റെ ഉഴവാണ്. അടുപ്പൊന്ന് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഈ മസാല അധികം മൂത്ത് പോകാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി ഒരു തക്കാളിപ്പഴം അരിഞ്ഞതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം മസാലയും തക്കാളിപ്പഴവും ഒക്കെ ഏകദേശം വെന്ത് നല്ല പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൂന്തൽ അല്ലെങ്കിൽ കണവ അങ്ങോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പും കൂടി ചേർക്കണം. അടുപ്പൊരു മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം ഇനി ഇതിലെ വെള്ളം ഇറങ്ങാനായിട്ട് നമുക്ക് അടപ്പടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ച് നമുക്ക് എടുക്കാം. നമ്മളങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുന്നു. ഇനി നമുക്ക് ഒരല്പം വെള്ളം, അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പിലയോടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് അടുപ്പൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി അടപ്പൊന്ന് തുറന്ന് നോക്കാവേ. എൻ്റെ സാറേ, ഇജാതി മണം! ഒരു രക്ഷയില്ല നമ്മുടെ കൂന്തൽ റോസ്റ്റ്. ഞാൻ പറഞ്ഞില്ല, ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനുള്ളത്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും അത്. നമ്മുടെ ഈ കൂന്തൽ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നേ. സംഭവം കലക്കിയിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പിയാണെന്നും വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഏത് വേണമെന്ന് മറക്കാതെ കമൻറ്റ് ബോക്സിലിടണേ.